എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന അപർണയ്ക്ക് ആ സത്യങ്ങളൊക്കെ ഗീതുവിനും ഗോവിന്ദിനോടും കൂടെ പറയാനായിട്ട് തുടങ്ങുകയാണ്. ഗോവിന്ദ് ചോദിച്ചു, അല്ല ഗീതു വല്ല കൊന്നേന്ന് അപർണയെ തർപ്പിച്ച് പറയുന്നുണ്ട് കിഷോറിനെ. അങ്ങനെയാണെങ്കിൽ അപർണയ്ക്ക് അറിയായിരിക്കുമല്ലോ ആ കൊലയാളി ആരാന്ന്. അങ്ങനെയാണെങ്കിൽ ആ സത്യങ്ങൾ തുറന്നു പറ. ഗീതുവിന്റെ ചിരിച്ചിലിരിക്കുന്ന ആ മുൾക്കിരീടം അങ്ങോട്ട് എടുത്ത് മാറ്റാലോ എന്ന് പറയാണ്. ഇത് കേട്ടതും അപർണയെ പറഞ്ഞു, അത് പിന്നെ ഗോവിന്ദ് സാർ ഞാൻ സത്യം പറഞ്ഞു, എന്താണെങ്കിലും ഇതുമായി ഇത്ര ഇനിയിപ്പം മറച്ചു വെച്ചിട്ടൊരു കാര്യമില്ലെന്ന് പറയണം. അപർണയെ പറഞ്ഞു, ഗീതു അല്ല ഒരിക്കലും ചെയ്തേ, ഒരിക്കലും ഇതിന് പേര് ഗീതു ക്രൂശിക്കപ്പെടാനും പാടില്ല. കാരണം ഇതിന്റെ പിന്നെ ഞാനാന്ന് പറയണ. അപർണയോ? അപർണയ എന്തൊക്കെയാ പറയണെന്ന് ഗീതു ചോദിക്കുകയാണ്. അതെ, ഞാനാന്ന് പറയണ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അപർണയ അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം വള്ളിയും പൊടിയും വിടാതെ പറയുവാണ്. വൈകുന്നേരം ആയ സമയത്ത് അജാസിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് കിഷോർ വരുന്നത്. ഇത് പക്ഷേ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അജാസിനോട് പറഞ്ഞു, അതെ ആ റിസോർട്ടിന്റെ കാര്യമൊക്കെ ഒരു തീരുമാനം എടുക്കണം. ഗോസാറിന് പറഞ്ഞിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാനായിട്ട്. അത് കേട്ട അജാസ് പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു. കുറച്ച് ദിവസം എടുത്ത് ഞാൻ നമുക്കത് ഡിസ്കസ് ചെയ്യാന്നൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് കിഷോർ അങ്ങോട്ട് വരുന്നത്. കിഷോർ വന്നിട്ട് അവർണേനെ ഇങ്ങനെ നോക്കി, നീ ആരെയാ ഇപ്പൊ വിളിച്ചോണ്ടിരിക്കണേ? നിന്റെ ആ പുതിയ കാമുകൻ അജാസിനെ ആയിരിക്കും അല്ലേ? ഇതെല്ലാം അജാസ് ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു നീ വിളിച്ചോണ്ടിരിക്കുന്ന അവനെ ആയിരിക്കുന്നു. അല്ല കിഷോർ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. എനിക്കിങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇവിടെ തനിച്ചോളെന്ന് പറയണം. നീ ഇവിടെ തനിച്ചോളെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമല്ലേടി എന്റെ അമ്മേനെയും പെങ്ങളെയൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റിയത്. അറിയാലോ, നിന്നെ എനിക്ക് തീർക്കണമായിരുന്നു. കാരണം വെറുതെ ഞങ്ങൾ തീർത്തിട്ട് കാര്യമില്ല. നീ തട്ടിയെടുത്ത ആ സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേരിലേക്ക് കിട്ടണം. മനസ്സിലായല്ലോ? ഈ പേപ്പർ ഒന്ന് സൈൻ ചെയ്യുവാണെങ്കിൽ നിനക്ക് ജീവനോടെ ഇരിക്കാം, അല്ലെങ്കിൽ നീ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയണം. അത് കേട്ട് അജാസ് ഫോണിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു, കിഷോറെ വേണ്ട വേണ്ടെന്നൊക്കെ. പക്ഷെ അതൊന്നും കിഷോർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കിഷോർ പറഞ്ഞു, നിന്റെ ജീവൻ എനിക്ക് വേണോടി. എന്നെ ചതിച്ച ആരെ ഞാൻ വെറുതെ വിടത്തില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ദേ കിഷോറെ വെറുതെ തമാശ കളിക്കരുത്. ദേ നിന്റെ കുഞ്ഞ് എന്റെ വയറ്റ് വരുന്ന ആ ചിന്ത വേണം. പിന്നെ എന്റെ കുഞ്ഞു പോലും അവളുടെ ഒരു കുഞ്ഞു സെന്റിമെന്റ്സ് ഇത് നമ്മൾ ഒറ്റ തൊഴിയായിരുന്നു. അവരുടെ തെറിച്ചു പോയാടെ കിടക്കണം. ഈ സമയത്ത് അവരുടെ നോക്കി ഡ്രോയുടെ അടുത്ത് കൈ എത്താറായി. കാരണം ഡ്രോയ്ക്കകത്ത് പിസ്റ്റൾ ഇരിപ്പുണ്ട്. അതെടുക്കാണ് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടത്താം. പെട്ടെന്ന് അവരുടെ ഇങ്ങോട്ട് കൈ എത്തിച്ചെന്ന് എടുക്കാൻ നോക്കി കഴിയുമ്പോഴത്തേനും അജാസ് വീണ്ടും വന്നിട്ട് ഒന്നുകൂടി ചവിട്ടി. അവരുടേക്ക് വല്ലാത്തതായിപ്പോയി. ഈ സമയം പുറത്ത് എന്ത് ചെയ്യണം, ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട്. അജാസ് ആയിരുന്നു അങ്ങോട്ട് വന്നത്. കാരണം ഫോണിൽ കൂടെയുള്ള സംഭാഷണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജാസിന് മനസ്സിലായി അവിടെ എന്തോ നടക്കാൻ പോവാന്ന്. കാരണം അവർണയെ കൊല്ലുന്ന കാര്യം വരെ കിഷോർ പറയുന്നുണ്ടായിരുന്നു. നിന്നെ ഞാൻ കൊന്നിട്ടാണ് ശരിയടി, നീ സ്വത്തുക്കൾ എന്റെ പേർക്ക് വരണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കിഷോറിനെ മിക്കവാറും കൊല്ലുമായിരിക്കും, അല്ലെങ്കിൽ കിഷോർ അവർണീയനെ കൊല്ലുമായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അജാസ് അങ്ങോട്ട് പാഞ്ഞു വരുവാണ്. ഈ സമയം അപർണയുടെ അരിയിലേക്ക് കിഷോർ ചെല്ലുവാണ്. കിഷോർ എന്നിട്ട് പറഞ്ഞു, ഇന്നത്തോട് നിന്റെ കേളങ്ങൾ തീരൂടി, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് അടുത്തേക്ക് വന്നു കഴിയുമ്പത്തേനും പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ ഡ്രോ തുറന്ന് ഡ്രോയ്ക്കകത്തുനിന്ന് അപർണിക പിസ്റ്റൾ അങ്ങ് എടുക്കുവാണ്. പിസ്റ്റൾ എടുത്ത് നേരെ കിഷോറിന്റെ നേർക്ക് ചൂണ്ടുവാണ്. കിഷോർ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്ര ഫാസ്റ്റ് ആയിട്ട് അവളെ ചെയ്യുമെന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നെറ്റി ചൂണ്ടി കഴിയുമ്പോൾ കിഷോർ, അയ്യോ അപർണിക വേണ്ട, എന്നെ വെറുതെ വിടാൻ പോകാൻ അനുവദിക്കണം. ഇത് എന്റെ കുഞ്ഞല്ല നിന്റെ വയറ്റ് വളരുന്നേ. എന്നിട്ട് മുമ്പേ നീ അങ്ങനെയല്ലോ പറഞ്ഞേ. ഇനി ഒന്നും വേണ്ട കിഷോറെ. ദേ നീ കുറെ തെറ്റുകളൊക്കെ ചെയ്തു വിട്ടിട്ടുണ്ട്. ആ തെറ്റിനെല്ലാം കൂടെ ഉള്ള ശിക്ഷ ഞാൻ തരാനായിട്ട് പോണേ. ഇനി നീ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാഞ്ചി വലിക്കുവാണ്. കിഷോർ അങ്ങോട്ട് താഴേക്ക് മലന്നടിച്ച് അങ്ങോട്ട് വീഴുവാണ്. അപ്പോഴേക്കാണ് താഴെ കാറിനകത്തുനിന്ന് അജാസ് ഒന്ന് ചാടി ഇറങ്ങുന്നേ. ഈ സമയത്ത് അവർണയെ എന്ത് ചെയ്യണം, അവർണയെ സ്വയം വെടിവെച്ച് കൊല്ലാനായിട്ട് സ്വയം വെടിവെച്ച് ആവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവനെ അങ്ങനെ വെടിവെക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അവനുടെ കൈയൊക്കെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം വയറിനകത്ത് ഏറ്റവും ക്ഷതം വലിയ ക്ഷതമായിരുന്നു. കുഞ്ഞാ സമയത്ത് തന്നെ അബോർട്ടായി പോയി. അവന്റെ ബ്ലഡിനകത്ത് ഇങ്ങനെ കുളിച്ച് കിടക്കുവാണ്. അപ്പൊ അവനെ കൊന്നിട്ട് തനിക്കും ചാവാന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് അവർണിക വീഴുവാണ്. അപ്പൊ അതുകൊണ്ട് അവർണിക്ക് ഉന്നം വെക്കാനൊന്നും പറ്റുപോലുമില്ല. അപ്പോഴേക്കും അജാസും കൂടെ ഓടിയിടണം. അജാസ് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവരിങ്ങനെ കിടക്കുന്ന എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. കിഷോറിന്റെ കാര്യത്തിൽ തീരുമാനമായി തോന്നി. അവർണയ്ക്ക് എന്താണെന്നറിയില്ല. അവർണയെ അങ്ങനെ തിരിച്ചു കടത്തുവാണ്. തിരിച്ചു കടത്തിയപ്പോഴത്തേനും അവർണയുടെ വയറ്റിൽ ഇങ്ങനെ ബ്ലഡൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞ ബോട്ടായി പോയി കാണാതിരിക്കുന്ന അജാസിന് മനസ്സിലാവണം. അജാസ് പെട്ടെന്ന് അവർണയെ കോരിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ നേഴ്സിനോട് അവരോടെല്ലാം പറഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോധം കെട്ട് അങ്ങോട്ട് വീണു പോയതാ. അങ്ങനെയാണ് കുഞ്ഞ് അബോർട്ടായി പോയത്. അങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊക്കെയാണ് പറയണേ. കാരണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ലോ. പക്ഷേങ്കിൽ അവർണയ്ക്ക് ബോധം തെളിയുന്നോടം വരെ അജാസ് ഇങ്ങനെ കാത്തിരുന്നു. ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർണയ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. അവർണയെ പറഞ്ഞു, എൻ്റെ കുഞ്ഞ്
അതിനെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. എനിക്ക് അറിയുന്നു, പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും. കാരണം എൻ്റെ കുഞ്ഞ് വയറ്റിൽ എൻ്റെ ജീവനോടെ ഉണ്ടെങ്കിലോ എന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു പറയാണ്. പോയല്ലേന്ന് ചോദിക്കുക. സാരമില്ലേ, സാരമില്ല കേട്ടോ, പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇന്ന് വിഷമിക്കണമെന്ന് പറഞ്ഞാൽ അജാസ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ എങ്കിൽ ഇതൊന്നും കേട്ടിട്ട് അവർണയ്ക്കൊരു സമാധാനമായില്ല. അവർണയോട് അജാസ് പറഞ്ഞു, അതെ ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്നും ചിന്തിക്കാൻ പോകണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തോളാം, വേണ്ട പോലീസിനെ വിളിക്കുക, ഞാൻ കുറ്റസമ്മതം നടത്തിക്കളാം, വേണ്ടാന്ന് പറഞ്ഞില്ലേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, തൽക്കാലത്തേക്ക് ഇവിടെ കിടക്കുക, ആരും ഒന്നും അറിയാൻ പോകണ്ട, നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞിട്ടുള്ളൂ, കിഷോർ മരിച്ച കാര്യം, വേറെ ആരും ഇത് അറിയാനും പാടില്ലെന്ന് പറയാണ്. ശരിയെന്ന് പറയണം. പിന്നീട് എനിക്കറിയത്തില്ല ഗീതു എന്താ സംഭവിച്ചതെന്നുള്ള, അജാസിനെ കുറിച്ച് ആ കാര്യത്തെക്കുറിച്ച് ഞാനും ചോദിച്ചിട്ടില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല എന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ ഞാനൊന്നും അവനെ കൊന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ അന്ന് കൊന്നേനെന്ന് പറയണം. ഇത് കേട്ടൻ ഗീത പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ചെയ്തേനെന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, എന്നാലും അവനെ നിനക്ക് എങ്ങനെ ഇങ്ങനെ ഇത്ര ധൈര്യം വന്ന ഒരാളെ ഇല്ലാതാക്കാനായിട്ട്? അത് പിന്നെ ആ സമയത്ത് അങ്ങനെ ധൈര്യം കൈവരും. നമ്മുടെ ജീവൻ അപകടത്തിലാണ്, നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതല്ല അതിലപ്പുറം ചിലപ്പോൾ ചെയ്തു പോയെന്നിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, എന്നാലും ദേ എൻ്റെ അച്ഛൻ്റെ ഒത്തിരി ഓർമ്മകൾ സൂക്ഷിക്കുന്ന ആ ഒരു മണ്ണാണ് വെമ്പാലമുക്കിലെ ആ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് എങ്ങനെ അത് ആ ബോഡി ഇതായിട്ട് സംസ്കരിക്കാതെ തോന്നി ചോദിക്കുകയാണ്. പെട്ടെന്ന് അവനെ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, കാരണം അജാസാണ് എല്ലാം ചെയ്തത്, അജാസ് എന്നോട് പറഞ്ഞത് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കണം, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനും പോയിട്ടില്ല എന്നൊക്കെ പറയണം. ചിലപ്പം പെട്ടെന്ന് തന്നെ അവർണി പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിക്കാൻ പറയാണ്, ഞാൻ കുറ്റസമ്മതം നടത്തിക്കോളാം, ഞാൻ ജയിലിൽ പോയി കിടന്നോളാം, പക്ഷെ അജാസിനെ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, രണ്ടാം പ്രതിയല്ല അജാസിനെ ചോദിക്കുകയാണ്. ഗോവെന്ന് പറഞ്ഞു, അതെ കുറ്റം ചെയ്ത പോലെ അത് ഒളിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതൊക്കെയാണ് അതിനേക്കാളും വലിയ കുറ്റമാണ്, അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണെന്നറിയാലോ, ഇനിയിപ്പം അജാസും കൂടെ ഇതിനകത്ത് പ്രതിയാന്ന് പറയണം, ഞാൻ അവനെ ഒന്നും വിളിക്കട്ടെ, ഈ ചതി എന്നോട് ചെയ്ത് ചതി എനിക്ക് പൊറുക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് അജാസിനെ വിളിക്കണം. എന്താ സാർ എന്താന്ന് ചോദിക്കണം. അജാസ് എവിടെയാ? ഞാൻ പുറത്ത്, എപ്പോഴും ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കണം. അത് ഞാൻ ഇപ്പൊ തന്നെ വരാം, എന്താ സാർ കാര്യം? ഓഹോ, കാര്യം പറഞ്ഞാൽ അജാസ് വരത്തുള്ളോ, മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, അല്ലാതെ വരുമായിരുന്നല്ലോ എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഒന്നുമില്ല സാർ, ഞാനത് പറഞ്ഞെന്നുള്ളൂ, ചോദിച്ചെന്നുള്ളതെന്നൊക്കെ പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് അജാസ് അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് അനാർക്കലി രാധികാമേനെ കാണാനായിട്ട് അരക്കൽ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അനാർക്കലി അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് രാധികാമ അങ്ങോട്ട് പറന്നു വരുവാണ്. അനാർക്കലിയെ കണ്ടതും രാധികാമ വെച്ച്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം. ഇതേ അനാർക്കലി, എനിക്കറിയാം നീയാണ് കിഷോറിനെ ഇല്ലാതാക്കിയത്, സത്യം പറ, നീ എന്തിനാ ഇല്ലാതാക്കിയെന്ന് ചോദിക്കുക. ഇത് കേട്ടും അനാർക്കലി, ആഹാ അപ്പൊ ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കണേ, അത് തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാളെ. അല്ല ആരാ അനാർക്കലി അല്ല കിഷോറിനെ കൊന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അനാർക്കലി പറഞ്ഞു, അതെ വെറുതെ കിടന്ന് ഉരുണ്ട് കളിക്കില്ലേ, എനിക്കറിയാം രാധികാമേ, നിങ്ങൾ ആ കിഷോറിനെ കൊന്നേന്നുള്ള കാര്യം, സത്യം പറ, നിങ്ങൾ എന്താ ചെയ്തേന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതേ ഗോന്ന് വരുന്ന കഴിയുമ്പത്തിന് ഈ വീഡിയോസ് എൻ്റെ ഫോണിനകത്ത് കുറച്ച് വീഡിയോസ് ഉണ്ട് ബദന്റെ, അതെല്ലാം ഞാൻ അങ്ങോട്ട് കാണിക്കുമെന്ന് പറയണം. എന്താണോ അവരെ കാണിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ, എനിക്ക് പല കാര്യങ്ങളും അവരെ അറിയിക്കാണെന്ന് പറയണം. ഇത് കേട്ടൻ രാധിക ഒന്ന് ഞെട്ടി. അപ്പോഴേക്കും അങ്ങ് ബാൽക്കണിയിൽ രേഖയും രഞ്ജുവും കൂടെ പ്രത്യക്ഷപ്പെടുവാണ്. രഞ്ജു രേഖയോട് പറഞ്ഞു, അല്ല ഇതെന്തിനാ പോലും ഇവരിതാ സ്ത്രീ അല്ലേന്ന് ചോദിക്കുവാണ്. ഏത് സ്ത്രീ? അയ്യോ അത് പിന്നെ അമ്മയുടെ ഒരു കൂട്ടുകാരി, ഇവരെന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? ഒരു കാര്യം ചെയ്യാം, രേഖിച്ച് ഇവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം. പിന്നെ രഞ്ജു നേരെ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പം രാധികാമ അനാർക്കലി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അനാർക്കലിയുടെ നേരെ നോക്കിയിട്ട് രാധിക വിളിച്ചു, എന്തിനാ രാധികാമേ ഇവരെന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഗോവിന്ദനോട് പറഞ്ഞു കൊടുക്കും, ദേ ഈ കുടുംബത്തിന് ശത്രുവാന്ന് ഇവരെന്നാ പറഞ്ഞേ, അങ്ങനെയുള്ള ഇവരെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് ഇനിയിപ്പോൾ അനാർക്കലിക്ക് സഹിച്ചില്ല. അനാർക്കലി ഇങ്ങനെ രഞ്ജുവിനെ നോക്കുവാണ്. പെട്ടെന്ന് എൻ്റെ രാധികാമ പറഞ്ഞു, ദേ ഇതൊക്കെ ചോദിക്കാൻ നീ ആരടി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പം നീ കൂടുതൽ കിടന്ന് ആള് കളിക്കൊന്നും വേണ്ട, നിന്റെ അമ്മയും ഇവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അനാർക്കലിയും തമ്മിലുള്ള ബന്ധമൊക്കെ ഗോവിന്ദനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഇത് കേട്ടാ രഞ്ജു പറഞ്ഞു, എൻ്റെ അമ്മ ഇവർ തമ്മിൽ ബന്ധോട് നിങ്ങളോട് ആരാ പറഞ്ഞേ? അത് മാത്രമല്ല നീയാണ് ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കണം, ഞാൻ പറയട്ടെ, അതിന് തെളിവുകളുണ്ടെന്ന് പറയണ. തെളിവുകളോ? അതെ, നീയും ഗോവിന്ദല്ല കേട്ടോ, ഇടയ്ക്ക് പേര് പാനപ്പേരാണ്, നീയും അനാർക്കലിയും കൂടെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസ് അതൊക്കെ എൻ്റെ ഫോണിനകത്ത് ഇപ്പോഴും ഉണ്ട്, അത് ഞാൻ ഗോവിന്ദനെ കൂടെ കാണിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ രഞ്ജു നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.